ഏത് പ്രായത്തിലാണ് ആദ്യമായിട്ട് മോഷണത്തിലേക്ക് ഇറങ്ങുന്നത്? ഒരു 15 വയസ്സ് കാണും. അച്ഛൻ്റെ സഹോദരിയുടെ മകൻ്റെ ഒരു അരഞ്ഞാണം മോഷ്ടിച്ചുകൊണ്ടായിരുന്നു തുടക്കം. അന്ന് വീട്ടിലെ ജീവിതം എങ്ങനെയാണ്? ഈ അച്ഛനെ മരിച്ചതിന് ശേഷം വീട്ടിൽ പ്രാരാബ്ധമായി അമ്മ ഈ 3 സഹോദരിമാരും വണ്ടി ഓഫീസിൽ പോയി അങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ടായി ഇങ്ങനെ കഴിഞ്ഞു വന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു സീരിയസ് ആയ ഒരു മോഷണത്തിലേക്ക് ഇറങ്ങുന്നത് എപ്പോഴാണ്? വീട്ടിൽ വിളിക്കുന്ന ശബ്ദം കണ്ട് അടുത്ത കടക്കാരൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അവർ നോക്കിയപ്പോൾ 2-3 അവിടെ പൊട്ടിക്കാൻ റോഡ് ചെയ്യുന്നു. അങ്ങനെ അവർ പിടിച്ചു പോലീസിൽ ഏൽപ്പിച്ചു. ശിക്ഷ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരുന്നു? 4 മാസം സെൻട്രൽ ജയിലിലേക്ക് തിരുവനന്തപുരം. ഇവിടെ കെട്ടിക്കാൻ വേറെ പെമ്പിളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ റോഡേ പാടും എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഒരു അടി വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. കത്തി എടുത്തൊരു കുത്ത് വെച്ച് കൊടുത്തു. മോട്ടിക്കാൻ വന്നപ്പോൾ പിടിച്ചപ്പോൾ കുത്തി എന്ന് കേസാക്കി. അതിനെന്നെ 1 വർഷം വെയ്യൂർ ജയിലിലേക്ക്. തസ്കരൻ മണിയൻപിള്ളയുടെ ആത്മകഥ എന്ന പേരിൽ സ്വന്തം ജീവിതചരിത്രം എഴുതിയ ഒരു തസ്കരൻ്റെ, ഒരു മോഷ്ടാവിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ദീർഘകാലത്തെ ജയിൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, നിരവധി മോഷണ പരമ്പരകളുടെ കഥകൾ, ഒളിവുകാല ജീവിതത്തിൻ്റെ കഥകൾ, ഇതൊക്കെ പറഞ്ഞു വരികയായിരുന്നു. നമുക്ക് തുടരാം. നമ്മൾ ഈ ആദ്യത്തെ ഈ പറഞ്ഞ വില്യൂർ സെനറ്ററിലെ കഥയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കേസിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി, അതോ അതിന് മുമ്പ് ഇറങ്ങിയോ? 1 വർഷവും 2 മാസവും, എനിക്ക് 1.5 വർഷം എഴുതിയിട്ട. ഓ ശരി. മോഷണ ശ്രമത്തിന് 6 മാസവും കുത്തിന്. ശരി. അതിനിടയ്ക്ക് ചാടിപ്പോണമെന്നൊന്നും തോന്നിയില്ലേ? ഇത്രയേ ഉള്ളല്ലോ, ഇത് കിടന്നങ്ങ് തീർത്തേക്കാന്ന് വെച്ചല്ലേ? അത് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എന്നെ ഇവിടുന്ന് ലോകത്തൊരു കള്ളനും കിട്ടിയിട്ടില്ലാത്തതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് എനിക്ക് താമരശ്ശേരി കേസുണ്ട്. കൊടുവള്ളിയിൽ മോഷണമായിരുന്നോ? മോഷണം നടന്നത് കൊടുവള്ളി ഒരു ആചാര വീട്ടിലെ. അത് കോടതി എതിർത്തി താമരശ്ശേരിയിലാണ്. എന്നെ ഇവിടുന്ന് സെൻട്രൽ ജയിലിൽ നിന്ന് നാളത്തെ കേസിൽ നിന്ന് കൊണ്ടുപോകണം. ഇന്ന് രാവിലെ 10 മണിക്കേക്കും. ഏത് സെൻട്രൽ ജയിലിൽ? തിരുവനന്തപുരത്ത് നിന്ന് താമരശ്ശേരിക്ക് കൊണ്ടുപോകണം കോടതിയിലേക്ക്. ഇന്ന് രാവിലെ കൊണ്ടുപോകും. നാളെ 10 മണിക്ക് ആയരാകാൻ. നാളെ അവിടെ ആയരാക്കിയിട്ട് മറ്റന്നാ ഇവിടെ ഇന്ന് പോകുന്നോ മറ്റന്നാൾ വന്നാൽ മതി. അതുപോലെ കൊല്ലത്ത് ഇന്നൊരു കേസുണ്ട്. അതും നാളെ 10 മണിക്ക് ആയറാക്കണ്ടെന്നെ ഇന്ന് രാവിലെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോണം. നാളത്തെ കേസ് ഇന്നേ കൊണ്ടുപോയിക്കോണം. അപ്പോൾ നാളത്തെ കേസ് എന്ന് പറഞ്ഞ് ഇന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്ന് കൊല്ലത്ത് അറ്റൻഡ് ചെയ്തിട്ട് നേരെ താമരശ്ശേരിക്ക് വെച്ച് പിടിക്കുമ്പോൾ 8 ദിവസം കൊണ്ട് 2 കോടതിയിൽ അടുത്ത ദിവസം നേരം വിളക്കുമ്പോൾ അവിടെ പണി തീർന്നു. തിരിച്ചു വരികയാണ്. നേരം വിളക്കുമ്പോൾ ഇവിടെ ആയിരിക്കും. അപ്പോൾ ആ ഒരു രാത്രിയും പകലും ഫ്രീയാ. അപ്പോൾ എന്ത് ചെയ്യും? അത് ഞങ്ങൾ വീട്ടിൽ പോയിരിക്കും. പോലീസുകാരും വരുമോ കൂടെ? അല്ലാതെ ഒരു പോലീസ് തന്നെ കാണും. ഒരു പോലീസുകാരനങ്ങ് പോവും. ഞാനും പോലീസാണ് അപ്പോഴും. അപ്പം പിന്നെ വിലം കിടന്നില്ല. എന്നിട്ട് ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെളുപ്പിനെ ഞാൻ ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് അദ്ദേഹം കക്കൂസി പോകുമ്പോൾ ഞാൻ കാവലിരിക്കും. ഓ ശരി. കോടതി കൊടുക്കാനുള്ള വാറണ്ട്, റിട്ടേൺ പോകാനുള്ള ബസ് ടിക്കറ്റിൻ്റെ വാറണ്ട്, പിന്നെ ചെലവ്, ഇതെല്ലാം നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് എല്ലാ അയാളങ്ങനെ പോകും. അതുപോലെ ഞാൻ പോകുമ്പോൾ അയാൾ വിട്ടിരിക്കും. വലിയ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. അങ്ങനെ ഒരു ലോകത്തൊരു കള്ളനും കിട്ടിയിട്ടില്ല. അങ്ങനെ അന്നും അത്ര വിശ്വാസം അവർക്ക് വരാൻ കാര്യം, അത് വിശ്വാസം വരാൻ കാരണം ഞങ്ങൾ രാജൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരെ എന്നോട് എന്തോ ഒരു പ്രത്യേക സിമ്പതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങേര് ഞാൻ കൊല്ലത്ത് പോലീസിന് പോകുമ്പോൾ അവർ 2 പേരുണ്ടായിരുന്നു. ധനപാലൻ എന്നും പറഞ്ഞു, രാജനെന്നും പറഞ്ഞു. തിരുവനന്തപുരത്തുള്ള. അപ്പോൾ എൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോയിരുന്നുള്ള പറയും, ബേക്കറി ഇറങ്ങണം കേട്ടോ, ബേക്കറി. ബാക്കി അവരും എവിടെയെങ്കിലും പോയിരിക്കും, ഞാനും എവിടെയെങ്കിലും പോയിരിക്കും. ഒരു പ്രാവശ്യം ഇവർ കൺട്രോൾമെൻറ്റിലും ഇറങ്ങി. അതായത് പിന്നെ കോർപ്പറേഷൻ ഓഫീസിൻ്റെ ട്രെയിനിങ്ങിന് കൺട്രോൾമെന്റ് എന്ന് പറയും, പോലീസ് അവിടെ ഇറങ്ങി. ക്യാമ്പിൽ പോകുന്ന പ്രതിയില്ല എന്നുള്ള ധാരണയിൽ അവരങ്ങോട്ട് ഇറങ്ങി. കൺട്രോൾമെന്റ് ഞാൻ ബേക്കറി ഇറങ്ങി നോക്കിയപ്പോൾ ആരുമില്ല. അതിന് ഞാൻ തിരിച്ചോടി. ഇവര് വന്ന വഴിക്ക് അവരും ഓടി ഇങ്ങോട്ട് വരുന്നു. ഞാൻ ഇവിടെ അങ്ങോട്ട് അങ്ങനെ കണ്ട് അങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ അതൊക്കെ ക്യാമ്പിൽ പാട്ടായി. അത് പിന്നെ നമുക്ക് സൽപ്പേരാ, ഇവൻ പോവില്ല, മുങ്ങിക്കളയില്ല, അഴിച്ചു വിട്ടാലും പോത്തില്ലെന്ന് ഉള്ള ഒരു ധാരണയാണ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് 1 വർഷവും 2 മാസവും കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും നാട്ടിലേക്ക് തന്നെ വരികയാണ് അല്ലേ? അപ്പോൾ അവിടെ പേരൊന്നുകൂടെ മാറി, മോഷ്ടാവ് മാത്രമല്ല കുത്തുകാരനും കൂടെയാണ് എന്നുള്ളതായി. പേടിയായി, പേടിയായി. ഒരു ഗുണ്ട. പിന്നെ മാത്രം പിന്നെ ഞാൻ അവിടെ ആരെയും മൈൻഡ് ചെയ്യാനൊന്നും പോകത്തില്ല.
രാത്രി ആകുമ്പോൾ എവിടെയെങ്കിലും പോയി മോഷ്ടിക്കും. കാരണം എല്ലാ രീതിയിലും മോഷ്ടിക്കാൻ അറിയാം. ഈ മോഷണത്തിൻ്റെ ടെക്നിക്കൊക്കെ ഈ ഇത്രയും കാലം കൊണ്ട് പഠിച്ചു. ഇത് പഠിച്ചതൊക്കെ പ്രാവർത്തികമാക്കിയ ആദ്യത്തെ പ്രധാന മോഷണം ഏതായിരുന്നു? ഏറ്റവും ത്രില്ലിംഗ് ആയ ഒരു മോഷണം? കൊല്ലത്ത് കൊട്ടിയം എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ, അവിടെ ഞാൻ കൊട്ടിയം സ്ഥിരം കണ്ടിട്ട് ഇങ്ങനെ മയ്യനാട്ടേക്ക് പോവുകയാണ്. കൊട്ടിയം വഴി മയ്യനാട് വരുന്നതിന് 5 കിലോമീറ്റർ ഉണ്ട്. 3 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ എനിക്കിങ്ങ് തിരിച്ച് വീട്ടിൽ ചെല്ലാം. അപ്പോൾ ഇങ്ങനൊരു റൗണ്ടാണ് മാതിരി. ഞാൻ ഇവിടുത്തെ സിനിമയും കണ്ടിട്ട് ഇങ്ങനെ നടക്കും. 8 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ മുമ്പോട്ട് നടന്ന് മയ്യനാട് റൂട്ടിൽ നടന്ന് വരുമ്പോൾ 2 നിലകളിൽ മേളിൽ പിന്നെ AC വർക്ക് ചെയ്യുന്നുണ്ട്. 2 നിലയുള്ള വീടിൻ്റെ മേളിൽ, താഴെയൊന്നും ഒന്നുമില്ല. അപ്പം വീട് ഇച്ചിരി ഉള്ളോട്ടാണ്. കുറച്ച് പറമ്പുണ്ട്. എന്നിട്ട് അതിന് നടുക്ക് സിമെൻറ്റ് പോകാതെയും സൈഡിൽ പൂച്ചട്ടും ചെടിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചോളൂ ഇത് വലിയ വീട് AC, മേടി ഒരു AC. അപ്പോൾ താഴെ വിചാരിക്കും ഓ ശരി എന്നാൽ ഒന്ന് നോക്കാം. ഗേറ്റിൻ്റെ അടുത്ത് തന്നെ അവിടെ ഒരു പട്ടി ഇരിക്കുന്നു. ഏതാണ്ട് എൻ്റെ അത്രയുണ്ട് ആ പട്ടി. അത് ഇരിക്കുകയാണ്, മെയിൻ ഗേറ്റിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ വീടിൻ്റെ പോർട്ടിക്ക് വരും. എന്നെ ഒന്ന് നോക്കും. ഞാൻ റോഡിൽ ഇരിക്കുന്നുണ്ടായിരിക്കും, അത് ഒന്നും മനസ്സില്ല. അങ്ങോട്ട് വന്ന് നോക്കും, ഇങ്ങോട്ട് നോക്കും, ഇടതോട്ടും വലതോട്ടും നോക്കും, വീണ്ടും ഫ്രണ്ടിലോട്ട് നോക്കും, വീണ്ടും ഇടതോട്ടും വലതോട്ടും നോക്കും. ഇത് കഴിഞ്ഞ് തന്നെ അത് അങ്ങ് എഴുന്നേച്ചിട്ട് അതൊക്കെ അങ്ങനെ നടന്നു പോയി. ഉടനെ അതേമാതിരി ഒരെണ്ണം ഇവിടെ വന്നെങ്കിരുന്നു. വേറൊരു പട്ടിയാണ്. അത് നമ്മളെ ഗേറ്റിലോട്ട് നോക്കും, അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. ഇത് റൗണ്ട് ചെയ്ത് ഇങ്ങ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ വീട്ടിൻ്റെ ആ ഭാഗത്ത് വരുമ്പോൾ ഇവൻ കാണും. അപ്പോൾ ഇവൻ എഴുതേക്കും. ഉടനെ ഇവ ഇവിടെ വന്നിരിക്കും. ഞാൻ വിചാരിച്ചടാ ഇത് കൊള്ളാമല്ലയോ, ചെയ്യുന്നെങ്കിൽ ഇവിടെ വേണം ചെയ്യാൻ. എങ്ങനെ കയറും ഒരു നിവർത്തിയില്ല. അടുത്ത വീട്ടിൽ ചെന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് 2ാമത്തെ നിലയിൽ കയറാൻ പറ്റും. താഴെ ഒമ്പത് സമ്മതിക്കത്തില്ല, ഉറപ്പാണ്. അടുത്ത വീട്ടിൽ നിന്ന് കയറാനാണോ ശ്രമം? അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പം സൂക്ഷം പോലെ അവിടെ ഏണി വെച്ചിട്ടുണ്ട്. കുരുമുളകൊക്കെ പറഞ്ഞ് ഏണി വെച്ചിട്ടുണ്ട്. അതെടുത്തു അവിടെ അവരുടെ വീട്ടിൻ്റെ മതിൽ കയറുന്നുണ്ട്. അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ വെച്ചിട്ട് ഈ മതിൽ നിന്നിട്ട് അപ്പുറത്തെ വീട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ വെച്ചു. എന്നിട്ട് കയറി ഈ ഫ്രണ്ട് സൈഡിൽ കൂടെ പോവുകയാണ്. അപ്പോൾ മറ്റേ പട്ടി റൗണ്ട് ചെയ്ത് തോന്നും. അവിടെ വന്നപ്പോൾ ഈ പട്ടിക്ക് എന്തോ ഒരു ഡൗട്ട്. പക്ഷെ മേപ്പോട്ട് നോക്കുന്നില്ല. അവന് മേപ്പോട്ട് നോക്കാൻ ട്രെയിനിങ് കൊടുത്ത് കാണത്തില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഒരൊന്ന് സ്ലോ ചെയ്ത് അവൻ പോയി. അപ്പോഴത്തേക്ക് ഞാൻ മേളിൽ ചെന്ന് മേളിൽ ഫ്രണ്ട് സൈഡിൽ ഇറങ്ങി ജനൽ കമ്പി വളച്ചു. അതൊക്കെ എങ്ങനെ എത്ര എളുപ്പത്തിൽ വളയ്ക്കാൻ പറ്റുമോ? കമ്പിക്കൊരു വർമ്മമുണ്ട്. ആ വർമ്മം അറിയാവുന്ന കമ്പി പിടിച്ചു കഴിഞ്ഞാൽ കമ്പി നിലവിളിക്കും. അയ്യോ ഒന്നും ചെയ്യല്ലെന്ന് പറഞ്ഞോളാം. അത് നിങ്ങൾ ഗ്രില്ല് വെച്ച ജനലുകളായാലും ശരി, ഗ്രില്ല് വെച്ച വാതിലുകളായാലും ശരി തന്നെ. ഇത് വെറും കൈയോടെ പിടിച്ചാൽ പോരുമോ? മാത്രമല്ല ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാ? തടിക്കകത്തല്ലേ. തടി എന്ത് പറയുന്ന ഈ ഇട്ടിക്ക് അതായതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നാലും നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ. ഇത് ഇവനെ പിടിച്ച് വളയ്ക്കണമെങ്കിൽ ഭീമസേനൊന്നും അല്ലല്ലോ. 7.5 അടി പൊക്കമുള്ള മതിൽ, 5 അടി പൊക്കമുള്ള ഞാൻ എങ്ങനെ അപ്പുറത്ത് പോകും? അതൊക്കെ അത് ചാടിക്കിടക്കാം. ഈ പക്ഷേ 7 അടി ഉയരമുള്ള മതിൽ പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അത് എങ്ങനെ പിന്നെ എന്തൊരു ഹൈ ജമ്പ് ചാടാനോ? അല്ലെങ്കിൽ ഇത് പിന്നെ വേറെ എങ്ങനെ സാറ് പറഞ്ഞു പിടിച്ചള്ളി 5 അടി പൊക്കമുള്ള ചാടിയാലും അവിടെ ഒരു എത്തുവോ? മാത്രമല്ല ചാടിയാലും ഈ കാല് പൊങ്ങി വരണം, അവിടെ വരണം. മേലെ കുപ്പിച്ചില്ല. അല്ല അതൊക്കെ ചില അഭ്യാസമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അഭ്യാസം അല്ല, അത് ആ സമയത്ത് ഒരു പ്രത്യേക എനർജിയാണ് മനുഷ്യർ. കുപ്പിച്ചില് ചാടിയാലും ഒറ്റ കുപ്പിച്ചില് പോലും കായ് കൊള്ളത്തില്ല. അനുഭവമാണ്. ഇലക്ട്രിസിറ്റിയുടെ മതിലി ആടിയപ്പോഴത്തേക്ക് ട്യൂബ് അട്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു അവിടെ. പഴയ ട്യൂബ്, ട്യൂബ് വീട്. അത് അപ്പറന്ന് ഒരു ബോട്ടലെന്ന് പറഞ്ഞാൽ പടപടാതെ ബോട്ടലായിരുന്നു. ഒന്നും പറ്റിയില്ല. എല്ലാം കീറി പറഞ്ഞു കാണുമെന്ന് വിചാരിച്ച, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഒരു പോറല് പോലും. അപ്പം എന്നിട്ട് ഈ വീട്ടിനകത്ത് എങ്ങനെ കയറി? ജനല് കമ്പി വളച്ചു. കമ്പി വളച്ച് അകത്ത് ചെന്ന് അകത്തിറങ്ങിയപ്പോൾ അവിടെ 2 പട്ടികൾ വീട്ടിനകത്ത്. ഒന്ന് കുറച്ച് നീളമൊക്കെ ഉള്ള പട്ടി, ഇച്ചിരി തറയിൽ കിടക്കുന്ന. ഒന്ന് മറ്റേ പൊമ്മേറി. ഈ നീളമുള്ള പട്ടി ഭയങ്കര ഗൗരവക്കാരനാണ്. അത് എന്നൊക്കെ വയ്ക്കുന്നുണ്ട്. പൊമ്മേറി
വെള്ളം ശാന്തമായിട്ട് പറഞ്ഞു, നീ ഒന്നും മിണ്ടണ്ട, നമ്മളാളെ ഉണ്ട്, ഇല്ലെങ്കിൽ നീ അങ്ങനെ പരിക്കാത്തൊന്നും മിണ്ടണ്ടെന്ന് ഈ വെള്ളപ്പട്ടി മറ്റേ പട്ടി എടുത്ത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ പാല് കാച്ച് നടക്കുന്ന വീട്, ഹൗസ് വാമിങ് നടക്കുന്ന വീട്ടിലെ അതിഥികൾ വരുമ്പോൾ ഇത് ഇന്ന മുറി, ഇത് ഇന്ന മുറി, ഇത് ഇന്ന മുറി എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതുപോലെ ഈ വെള്ളപ്പട്ടി മറ്റേ പട്ടിയായിട്ട് നടന്നു കാണിച്ചു തരികയാണ്. ആള് യജമാൻ കിടക്കുന്ന മുറി, അതായത് AC പുറത്ത് മുകളിൽ ആ മുറി എന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ പുറത്തോട്ട് കുണിയും മാറുക. അപ്പം അതിലാളുണ്ട്, ബാക്കി ഒന്നിലും ആളില്ല എന്ന് മനസ്സിലായി. ഈ പട്ടിയൊക്കെ മയക്കുന്നത് എങ്ങനെയാ? അതിന്റെ ടെക്നിക്ക് എങ്ങനെയാ? അത് ഇത് കഴിഞ്ഞിട്ട് അത് വേറൊരു കാര്യം. പട്ടികളെ മയക്കുന്നില്ല, പട്ടികൾ ആ വീട്ടിൽ കാണത്തില്ല, ഏത് പട്ടിയായാലും. അതൊരു ടെക്നിക്കലാണ്, ഇന്ന് വരെ പറയാത്ത ടെക്നിക്കൽ. അതൊന്ന് പറയണ, അത് പറയത്തില്ല. ഞാൻ പറഞ്ഞില്ലെങ്കിൽ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉടൻ പരിശോധിക്കും, ഉടൻ പരീക്ഷണം നടത്തും. ആ പരീക്ഷണം വിജയിക്കുകയും ചെയ്യും. ആണല്ലേ? ഒത്തിരി പേർക്ക് അവാർഡ് ഉണ്ടാക്കും. ഒരുപാട് പേർക്ക് അവാർഡ് ഉണ്ടാക്കും. എന്നാ പിന്നെ പോട്ടെ. അപ്പം എന്നിട്ട് ഈ വീട്ടിൽ കയറിയിട്ട് വല്ലതും കിട്ടിയോ? ഈ വീട്ടിൽ നിന്നും ഈ ഒരു ഓട്ടോമാറ്റിക് അബ്ബാലിമ എന്ന് പറഞ്ഞൊരു ഓട്ടോമാറ്റിക് ക്യാമറ, റോളസ് വാച്ച്, 2 റോളസ് വാച്ച്, ഒരു ലേഡീസിൻ്റെ ജെൻസിൻ്റെ വാച്ച്, 1300 രൂപ. വലിയ കാശായിരുന്നല്ലോ അന്ന്. അത്രയും കിട്ടി. പിന്നെ കുറേ തുണി, പുതിയ തുണികളാണ് വരയുന്നത്, അതൊക്കെ എടുത്തോണ്ട് ഇറങ്ങി. വന്ന വഴിയെ തന്നെയാണ് ഇറങ്ങിയത്. താഴെ വന്ന് രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴെ വന്നു. താഴെ അടുക്കള വാതിൽ ആ സൈഡിൽ വന്നു, വാതിൽ വന്ന് പുറത്ത് നോക്കിയപ്പോൾ മുമ്പേ നിന്ന 2 പേരും അവിടെ ഉണ്ട്. ഓ ശരി. പുറത്തു വന്നവരെ? പുറത്തു നിന്ന് 2 പേരും ആ വാതിൽ ഇരിപ്പുണ്ട് നോക്കിക്കഴിഞ്ഞാൽ. ഈ പെട്ടി അവിടുന്ന് ഞാൻ ഒരു പെട്ടി എടുത്തായിരുന്നു, തുണിയൊക്കെ വെച്ചിരിക്കുന്നു. പുറത്തോട്ട് പെട്ടിയെടുത്ത് പുറത്തോട്ട് വരികയാണെങ്കിൽ ഇവ മൂളും, മറ്റന്മാരും ഇങ്ങോട്ട് അടുക്കും. നമ്മൾ ചുമ്മാ എന്നാൽ അവരും സൈലൻറ്റ്, ഇവരും സൈലൻറ്റ്. നമ്മൾ പുറത്തോട്ട് പോകാനുണ്ട് തുനിഞ്ഞാൽ അവന്മാരും മുറിവും ഇവന്മാരും മുറിവും. വിഷമിച്ചു. വിടിയല. മണി 2:30-3 മണി കഴിഞ്ഞു. സമയം കള്ളനായ 1.5 മണിക്കൂറേ കിട്ടും. അത് ഏത് സമയമാണ് ഇപ്പം പറയണോ? പറഞ്ഞു. 1:15-നും 2:20 ഇടയ്ക്കുള്ള, അതായത് കഷ്ടിച്ച് 1 മണിക്കൂർ, ഒരു നാഴിക നേരം. അന്ന് സാറിനെ തന്നെ എടുത്ത് മാറ്റി കിടത്തി സാർ അറിയത്തില്ല. ആണല്ലേ? അത് വിയ്യൂരിന്ന് പഠിച്ചതാ. ശരി. എന്താ ചെയ്യും, ഒരു നിവൃത്തിയുമില്ല. ഞാൻ നേരം വെളുത്ത് കഴിഞ്ഞ് 3 മണി കഴിഞ്ഞ് പിന്നെ ബസ് റൂട്ടാണ്, തൊട്ട് ഹെവി റൂട്ടുവാ. ഞാൻ ആദ്യം ഒരുപാട് പോയില്ല. അകത്തോട്ട് ചെന്ന് അടുക്കളയുടെ പോയി തന്നെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. പ്രജു പറഞ്ഞുകൊണ്ട് ഒരു 3/4 കുപ്പി അണിബി ബ്രാൻഡി ഉണ്ട്, ആപ്പിളുണ്ട്, മുന്തിരിങ്ങയൊക്കെ ഇരിപ്പുണ്ട്, പാല്, പിന്നെ ഈ നെയ്യ്, അതൊക്കെ ഇതൊക്കെ ഉണ്ട്. ആദ്യം കുപ്പി എന്നെ എടുത്ത് വെള്ളം പോലും ചേർക്കാതെ ഒന്ന് പിടിച്ചിട്ട് ആലോചിച്ചു അടുക്കളയിൽ ചെന്നു. അടുക്കളയിൽ ചെന്നപ്പം അടുക്കളയിലൊരു ചട്ടിക്കകത്ത് വേറൊരു ചട്ടി വെച്ച് അടച്ചിട്ട് അതിനകത്ത് ഗോതമ്പ് മാവ് പശ വെച്ച് ഒട്ടിച്ചിരിക്കുന്നു. അതൊരു പ്രത്യേക മെത്തേഡാണ്. ഈ മീൻ കറി വെച്ച് 5 ദിവസം 6 ദിവസം അനങ്ങാതിരുന്നോണം. എന്നിട്ട് ഭയങ്കര രുചിയാണ്. അത് ഈ നാട്ടിലുള്ള പാലാക്കാരുടെ പ്രശ്നമാണ്. അത് മർത്തമ്മക്കാരുടെ പഴയ ഒരു കറിയാണ്. കുടംപുളിയൊക്കെ ഇട്ട കറി. അതെ. അതിങ്ങനെ അതാണെന്ന് എനിക്ക് മനസ്സിലായി. ഉടനെ തന്നെ പൊട്ടിച്ചു നോക്കി ചെയ്യുകയാണ്. തട്ടി നോക്കിയപ്പോൾ കറക്റ്റ് വിരലിട്ട് കൈ അങ്ങോട്ടിട്ടു. കറക്റ്റ് വലിയ അയില, നല്ല അയില, ഒരയിലേക്ക് നിന്നു. ബ്രാൻഡി അടിച്ചത് ബാക്കി അവിടെ എടുത്തിട്ടിരിക്കുക. അതെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ കറച്ചട്ടി കയ്യിലോട്ട് എടുത്ത് നേരെ വാതിലിൽ ചെന്നു. കറച്ചട്ടി എടുത്തോണ്ട് നേരെ വാതിലിൽ ചെന്ന് അങ്ങോട്ട് ഒരെണ്ണം ഇട്ട് കൊടുത്തു. വാതിലിൻ്റെ എടുത്തോട്ട് മറ്റവന്മാർക്ക് 2 പേർക്ക് ഇട്ട് ഒരെണ്ണം അകത്തിരിക്കുന്നവന്മാർക്ക് കൊണ്ട് കൊടുത്തു. അകത്തിരിക്കുന്ന വെള്ളപ്പട്ടി ആദ്യം തന്നു. മറ്റൊന്ന് സംശയിച്ചപ്പോൾ ഇത് പറഞ്ഞ് തിന്നടാ, കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ആളാണ് തിന്നുന്നു. ഇവർ 2 പേരും തിന്നുന്നുണ്ടെങ്കിൽ അവർ 2 പേരും കൂടെ കയറി അകത്തോട്ട് കയറി തിന്നാൻ തുടങ്ങി. അടുത്തടുത്തിട്ട് ഒരു 3 എടുത്തിട്ട് ബാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ബാത്റൂമിൻ്റെ അടുത്ത് ചെന്നു. ചട്ടിയോടെ അങ്ങ് ബാത്റൂമിലോട്ട് വെച്ച് കൊടുത്ത് എല്ലാവരും വേണമെങ്കിൽ ബാത്റൂമിലോട്ട് കയറി അടച്ചുകൂട്ടി. വേണ്ടി ഇത് കഴിഞ്ഞ് പോയിരുന്നു. അതാണ് ഒരു ത്രില്ലിങ് കേസ്. ആ കേസിന് ഇനി ഒരു പരിസമാപ്തിയുണ്ട്. അത് തെളിഞ്ഞു. ഈ കേസ് തെളിഞ്ഞോ? കേസ് തെളിഞ്ഞു. മൈസൂർ അറസ്റ്റിൽ തെളിഞ്ഞു. അത് പിന്നീട് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം തെളിഞ്ഞു എന്ന്. കാരണം ആ വാച്ച് അവിടെ പിടിച്ചു. അപ്പൊ ഈ വാച്ച് വിറ്റില്ലായിരുന്നോ? വിറ്റു. അത് മൈസൂറാണ് വിറ്റത്. വിറ്റപ്പം അവിടുന്ന് തൊണ്ടിയെടുത്ത കൂട്ടത്തിൽ ഇതും വന്നു. ഓക്കെ.
അപ്പോൾ അതെവിടെ നിന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ലാതെ തോന്നുന്നു. അങ്ങനെ ഇത് തെളിഞ്ഞവിടെ എന്നെ കൊണ്ട് അന്തോമാർ എന്ന് പറഞ്ഞൊരു സർക്കിളാണ് തിരുവനന്തപുരത്ത് പേട്ടയിൽ നിന്ന് പേട്ടയാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നത്, മൈസൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ വീട്ടിൽ സ്ഥലത്ത് കൃത്യ സ്ഥലം മാത്രം എഴുതാൻ വന്നു. ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എല്ലാം പറഞ്ഞു. ചായ കൊണ്ടുവന്ന് ചായ കുടിച്ചു. എന്നിട്ട് ഒരു 500 രൂപ എടുത്ത് CA എടുത്ത് കൊടുക്കുക. അയാൾക്ക് എന്തെങ്കിലും ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഈ വീട്ടുകാരെ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ അലൈഡി ജോസഫ് അദ്ദേഹത്തിൻ്റെ പേര്. അയാൾക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കണം, പട്ടിണിക്കിടരുത്, എല്ലാം ഉപദ്രവിക്കൊന്നും വേണ്ട. കൊള്ളാം. പിന്നെ കള്ളന്മാർക്ക് നല്ല പ്രോത്സാഹനം. ഇനി ഇറങ്ങിയാൽ വീണ്ടും ഇവിടെ അല്ലേ വരത്തുള്ളൂ. അത് വന്നിട്ട് കുഴപ്പമില്ല, അയാൾ ഉപദ്രവിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങോട്ട്. ഞാൻ കോടതി വന്നു. CJ കോടതിയാണ് ആ കേസെടുക്കുന്നത്. കാരണം കൊല്ലത്ത് കോടതി എന്നെ തിരുവനന്തപുരത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. ഇവർ കോടതി വന്നു. ഞാൻ അവിടെ പോട്ട് അന്നേ ജയിലിൽ കിടക്കാന്ന്. ജാമ്യമൊന്നും എടുത്തില്ല. ഞാൻ ആരുമില്ല. 8-9 മാസമായി. ഇപ്പോഴാണ് ഞാൻ പറയും വേറെയും കേസ് ഉണ്ടായിരുന്നു. അതറിയാം. ഈ ജോസാണ് സാറ് പെണ്ണുമ്പിള്ളയുണ്ട്, രണ്ടുപേരും താഴ്ച. അവരുടെ വീട്ടിൽ നിന്നായിരുന്നില്ലേ മോഷണം? ആതിരിക്കട്ടെ. അന്ന് എൻ്റെ പട്ടികൾക്ക് എന്താ കൊടുത്തു ഞാൻ മനസ്സിച്ചേ ഞാൻ ഒന്നും കൊടുത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല എന്തോ കൊടുത്തു. ഞാൻ ഇല്ല സാർ കൊടുത്തില്ല. കൊടുത്തില്ലേ വേണ്ട എന്ന് പറഞ്ഞു. ദൈവം കോടതി കയറി സാക്ഷി പറയാണ്. ഞാൻ ഈ വാച്ച് അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കുമായിട്ട് കൊടുത്തതാണ്. 2 വാച്ച്. ക്യാമറ അത് പഴയതായതുകൊണ്ട് കൊടുത്തതാണ്. അത് ഞാൻ സ്വന്തമായിട്ട് കൊടുത്തതാണ്. തുണികൾ അയാൾക്കും പെൺപിള്ളയ്ക്കും കൊടുത്തതാണ്. അല്ല എൻ്റെ വീട്ടിൽ മോഷണമൊന്നും നടന്നിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ പോലീസ് കംപ്ലൈൻറ്റ് പിന്നെ കയറിയെന്നും പറഞ്ഞിട്ട് പ്രോസിക്യൂട്ടർ ചോദിച്ചു. എന്ന് പറഞ്ഞു സാറേ എൻ്റെ വീട്ടിൽ നടന്ന മോഷണം നടന്നില്ല എന്ന് പറഞ്ഞത് സത്യമാണ്, ഞാനല്ലേ പറയുന്നത്. പിന്നെ സാറിന് എന്തിനാണ് ബുദ്ധിമുട്ടിപ്പിക്കല്ലേ ഓണർ കോടതി ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഷിപ്പ് എഞ്ചിനീയറായിരുന്നു. അമേരിക്ക, ജപ്പാൻ, മലേഷ്യ, ഇന്ത്യ ഇത്തരത്തിൽ ഷിപ്പ് എഞ്ചിനീയറായിട്ട്. എന്തുകൊണ്ടാണ് അങ്ങേർക്ക് ഇങ്ങനെ നമ്മളോട് തോന്നലുണ്ടാകാൻ കാര്യം? പറയാം. എൻ്റെ കേസ് വേറൊരു അവധിക്കും വെച്ചു. ഞാൻ ഇറങ്ങി അങ്ങനെ 500 രൂപ എടുത്ത് എൻ്റെ കയ്യിലിട്ട് നിങ്ങളെ തന്നുകൂടല്ലോ. പോലീസുകാരെ റിസർവ് പോലീസുകാരെ കൊണ്ടുവരുന്നത്. അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കണം. വീഡിയോ എന്തെങ്കിലും ആഹാരമൊക്കെ പോട്ടോ. എന്നിട്ടും പറഞ്ഞില്ലല്ലേ പട്ടിക്ക് ഇതാ കൊടുത്തെന്ന്. ഞാൻ ഇല്ല സാർ ഒന്നും കൊടുത്തിട്ടില്ല. എൻ്റെ പെറ്റ തള്ളയാണ് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇതാ അവിടെ നിന്നെടുത്ത് അയിലക്കറി അല്ലാതെ ഞാൻ വേറെ ഒന്നും കൊടുത്തില്ല. അത് ഞാനും തന്നു. അതൊന്നും ബാക്കി ബ്രാൻഡിയും ഞാൻ കുടിച്ചു. കുറച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പറഞ്ഞു അല്ല ഞാനത് വിശ്വസിക്കില്ല. പറഞ്ഞു എന്താ സാർ കാരണം പറഞ്ഞു. ആ മോഷണം പോയതിൻ്റെ പിറ്റേന്ന് രാവിലെ ഈ 2 പട്ടികളെ ഇങ്ങനെ രാവിലെ 2 കുറേ അങ്ങ് ഷൗട്ട് ചെയ്തെന്ന് പറഞ്ഞു. എല്ലാം ഇവിടെ ഉണ്ടായിട്ട് എന്താടാ കാര്യം, എൻ്റെ വീട്ടിൽ കയറിയില്ലടാ, ഇനി എങ്ങനെടാ ഇന്നെയൊക്കെ വിശ്വസിച്ച് ഞാൻ കിടന്നുറങ്ങുന്നത്, അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹം കുറേ ഷൗട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഈ പട്ടി 3-4 ദിവസം ആഹാരം കഴിച്ചിട്ടുണ്ട്. 2 നിരാഹാരം കിടന്ന് ചത്തളഞ്ഞു. അതാണ് ഏറ്റവും വലിയ അങ്ങനത്തെ ഒരു സംഭവം. മനുഷ്യനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യൻ ആർമിക്ക് പോലും തോന്നാത്തൊരു കാര്യം. നന്ദി, അതിൻ്റെ സ്നേഹം, അതിനെ വളർത്തിയവരോടുള്ള ആ ഒരു കടപ്പാട്. അതെ അതെ അതെ. നമുക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ എന്നുള്ള വേദന ആയിരിക്കും. ഈ മോഷണത്തിന് ഒരു വീട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് സാധാരണ ഇതിൽ? ഈ വീട്ടിൽ മുതലുണ്ടാവും എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു മോഷണ സ്ഥലമോ മോഷണ വീടോ പ്രത്യേകിച്ച് നോക്കാറില്ല. ഇപ്പോൾ പാലാ പൊൻകുന്നൻ റോഡ് ഇവിടെയൊക്കെ നിശ്ചയമല്ലേ? ഇല്ല, ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി. ഇനി കാലുകൊണ്ട് ചവിട്ടിയാലും കൈ കൊണ്ട് കൊടുത്തില്ല. അത് വേറെ ഉള്ള ആരോഗ്യമില്ല സാറേ, തടക്കാനുള്ള ആരോഗ്യമില്ല. അതൊക്കെ പാല പൊൻകുന്നം റോഡ് ഉദാഹരണം. അല്ല ഇനി എങ്ങനെ ധരിച്ചാലും എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും വരാനില്ല. ഇല്ല. അല്ല ഞാൻ ഈ പറഞ്ഞ പട്ടിയുടെ കാര്യം പറഞ്ഞാൽ ആരൊക്കെ വിശ്വസിക്കുക? വിശ്വാസമാണ് എല്ലാം, അതല്ലേ എല്ലാം. സാറും ഞാനും വിശ്വാസം തന്നെയാണ്. അത്രേ ഉള്ളൂ. ശരി, പാലാ പൊൻകുന്നം റോഡ് തന്നെ. പാലാ യുവറാണി വന്ന് സിനിമയൊക്കെ കണ്ടു. ഞാനങ്ങനെ നടന്നു പോവുക എന്ന് വെച്ചോ. ഞാൻ പൊൻകുന്നത്ത് റൂം എടുത്തിട്ടുണ്ട്. ഞാൻ പാലായി വരണമെങ്കിൽ ബസ്സിലല്ലേ വരാവൂ, നടന്നു വരത്തില്ലല്ലോ. വരുന്ന വഴിക്ക് ഇങ്ങനെ നോക്കും. 2 സൈഡും
നോക്കാവുന്ന രീതിയിൽ നോക്കും. നമുക്ക് ഇഷ്ടമുള്ളൊരു വീട് കാണും, അതായിരിക്കും ലക്ഷ്യം. ഇവിടെ വേറെ ഒന്ന് സിനിമയും കണ്ടിട്ട് പാലായി വന്ന് സിനിമ കാണും, നടക്കുന്നു, പൊൻകുന്നത്തേക്ക് നടക്കുന്നു. ഇത്രയും വലിയ ദൂരമൊന്നും ഞാൻ ചുമ്മാ രൂപം പറയുന്നത്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ ലക്ഷ്യം മറ്റേ വീടാണ്, നമ്മൾ കണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന വീടുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ലക്കുള്ളൊരു വീട് നമുക്ക് പെട്ടെന്ന് തോന്നും, ഇത് കൊള്ളാം, അത് പിന്നെ നോക്കാം, ആദ്യം ഇതൊന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കും. ആ ഒരു വീട്ടിൻ്റെ ഒരു റൗണ്ട് വയ്ക്കും പുറത്തൂടെ. 4 വശം കറങ്ങുമ്പോൾ കൃത്യം മഹാലക്ഷ്മി, അതായത് പണം ഇരിക്കുന്ന റൂം നമ്മുടെ മൈൻഡിൽ തെളിയും. ഇന്നടുത്തുകൊണ്ട് പോകണം. പിന്നെ അത് സ്ഥലം അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ പരിസരം കെട്ടും. പരിസരം കെട്ടുമെന്ന് വെച്ചാൽ പരിസരം നോക്കും. വീടിനകം നോക്കുന്നതിനേക്കാൾ പരിസരമാണ് നോക്കുന്നത്. കാര്യം ഈ വീട്ടിൻ്റെ ടെറസിൽ ഇരുന്ന് കാറ്റുണ്ടായിരിക്കുന്നതിനായിരിക്കും അടുത്ത വീട്ടിലെ മതിൽ കിടന്ന് കാണുന്നത്. അതുകൊണ്ട് ആ പരിസരം കിട്ടുമെന്ന് പറയും, അത് നോക്കും. അത് കഴിഞ്ഞ് പിന്നെ വീടിൻ്റെ മർമ്മം എവിടെ 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 ജനലോ കതവോ ഓടോ കമ്പിയോ എന്നൊക്കെ ഇങ്ങനെ കറങ്ങും. കറങ്ങി നമുക്ക് ലക്കായ ഒരു സ്പോട്ടിൽ വരുന്നുണ്ട്. കറക്റ്റായിരിക്കും. തുറക്കുന്നു, കയറുന്നു, എടുക്കുന്നു, കിട്ടുന്നു, ചിലപ്പോൾ കിട്ടത്തില്ല. കാര്യം അല്ല, ഇത് വീടിൻ്റെ വാതിലെല്ലാം പൂട്ടിയിട്ടായിരിക്കുമല്ലോ ഒരാൾ ഇരിക്കുന്നുണ്ടാവുക സ്വാഭാവികമായിട്ടും. ഈ പൂട്ടെങ്ങനെ ഇവരറിയാതെ പൊളിക്കും? അതാണ് ചോദ്യം. ആളില്ലാത്ത വീടാണെങ്കിൽ കുത്തി പൊളിക്കാം. ആളുള്ള വീട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അതെ, അതാദ്യം കണ്ടുപിടിക്കും അല്ലേ? അതാ ഈ വീടിൻ്റെ 4 വശവും ബലം വെക്കുന്നില്ല, അതാണ് കണ്ടുപിടിക്കുന്നതും ഈ മഹാലക്ഷ്മി ഇരിക്കുന്നതും. അല്ല, ഞാൻ ചോദിക്കുന്നത് ആളില്ലാത്ത വീട്ടിലാണോ കൂടുതലും കയറുക? ഞാൻ അങ്ങനൊന്നുമില്ല, എനിക്ക് തോന്നുന്നു എന്നുള്ളതേ അത്രേ ഉള്ളൂ. ആളുള്ളതായ ശരി, ഇല്ലതായ ശരി. അപ്പോൾ ആളുള്ളതാണെങ്കിൽ ശബ്ദം കേൾക്കാതെ വേണ്ടേ തുറക്കാൻ? അത് കല്യാണ വീട്ടിലൊക്കെ കയറി എടുക്കണമെങ്കിൽ പിന്നെ ശബ്ദം കേൾക്കാതെ കയറാൻ പറ്റൂ. വർക്കലയിലെ വീട്ടിലൊക്കെ വർക്കല മോഷണം നടന്നിരിക്കുന്നത് പിന്നെ ഭയങ്കരമാണ്. 90 പവനും 98 പവനും 10-25,000 രൂപയൊക്കെ എടുക്കുന്നുണ്ട്. കല്യാണം നടന്ന വീടാ. കല്യാണം കഴിഞ്ഞതേ ഉണ്ടായിരുന്നല്ലോ, അതോ കല്യാണം വരാൻ പോവാണോ? കല്യാണം നടന്ന വീട്. നടന്നിട്ട് ബാക്കി അവിടെ സ്വത്ത് സ്വർണ്ണങ്ങളെല്ലാം അവിടെ വെച്ചിരിക്കുക. അത് അവിടെ വെച്ചിരുന്നത്, അത് എവിടെ വെച്ചിരിക്കുന്നത്? കക്കൂസി വെച്ചിരിക്കുന്നത്. ശരി, ഇത് കക്കൂസിലാണെന്ന് എങ്ങനെ മനസ്സിലായി? ഈ അതായി കള്ളൻ്റെ കഴിവെന്ന് പറയുന്നത് അത് നമുക്കറിയാം, അത് അറിയാൻ സാധിക്കും. ആണല്ലേ? ഇത്രയും ആ വീടുകളിൽ 4 അലമാരയുണ്ട്. 4 അലമാരയിലും ഇല്ലെങ്കിൽ ഈ കിടക്കുന്ന 4-5 പെണ്ണുങ്ങൾ കിടപ്പുണ്ട്, അവിടെ 2 ആണുങ്ങൾ കിടപ്പുണ്ട്. ഇവരുടെയൊക്കെ ഉരുപ്പടികളും സാധനങ്ങളും ഒക്കെ എവിടെ പോകും? അത് ചിന്തിക്കണ്ടേ? ഒന്നുകിൽ അടുക്കളയെ കാണും. അടുക്കളയിലാണ് പെണ്ണുങ്ങളുടെ സമ്പാദ്യം വരുന്നത്. ഏതെങ്കിലും ഒരു പാത്രത്തിൽ അരിക്കലത്ത് സ്വർണ്ണം ഇടത്തില്ല, ചില്ലറ ഒതുക്കിയിട്ട് അതൊക്കെ ഇട്ട് ഒരു കവറിലായിട്ട് പല ഡപ്പാകൾ കാണും. അതിലേതെങ്കിലും ഒരു ഡപ്പയ്ക്കകത്ത് ഇതിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ കള്ളം വന്നിട്ട് മുളകും പാട്ടും മല്ലിപ്പാട്ട തുറന്നു നോക്കത്തില്ല. അതിനൊന്നും സമയമില്ല, ആകെ 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ ഈ കറക്റ്റായിട്ട് ഇത് എന്ന് നോക്കിയപ്പോൾ ബാത്റൂം കിടക്കുകയാണ്. ആ ബാത്റൂമിലൊരു ചൂരൽ കൊട്ടയുണ്ട്, കിടപ്പാണ് തുറന്നു കിടക്കുന്നു. സീലുടയ്ക്കാത്ത 2-3 നാപ്കിൻ. അത് വെറുതെ ആരും വെറുതെ കൊണ്ടിടത്തില്ല. ഈ നാപ്കിൻ എന്ന് പറയുന്നതാണ്, ആ സാനിറ്ററി നാപ്കിൻ ഇത് ഉപയോഗിക്കാത്തതാണ്. അപ്പോൾ ഇതിനകത്ത് കുഴപ്പമുണ്ട്. അതിനകത്തൊരു ചെറിയ പെട്ടി, അതിങ്ങനെ തുറന്നുകൊണ്ട് അതിനകത്തുനിന്നൊരു പാവ എഴുതിച്ചു ഇങ്ങനെ മ്യൂസിക്കും ഡാൻസും അപ്പോഴേ അടച്ചു. അതൊരു ഇതാണ്, ഒരു റിക്കാണ്, അല്ലെങ്കിൽ ആ ഒരു മൈൻഡാണ്. അതുപോലെ തന്നെ ഈ എവിടെ നേരത്തെ വീട് നോക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. അന്നേരം കാണുന്ന വീട് അന്നേരം കയറുക, അന്നേരത്തെ ബുദ്ധി ഉപയോഗിക്കുക. അത്രേ ഉള്ളൂ. ഇങ്ങനെ മോഷ്ടിക്കാൻ പോയതിനിടയ്ക്ക് വീട്ടുകാർ ഉണരുകയും പിടിക്കപ്പെടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും പിടിക്കപ്പെട്ടിട്ടില്ല. ഇല്ലല്ലേ? മോഷണം കഴിഞ്ഞു പോയതിന് ശേഷം പിടിക്കപ്പെട്ടല്ലാതെ. അത് പോലീസോ നാട്ടുകാരോ? അതെ, സ്പോട്ടിലില്ല. ഇല്ല. അവർ ഉണർന്നിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം. ഉണർന്നു കഴിയുമ്പോൾ ഇവരുടെ ഒരു പ്രതികരണം എങ്ങനെയാ? പെണ്ണുങ്ങൾ അലറി വിളിച്ചു കളയും. ഈ കള്ളനൊന്നും വിളിക്കത്തില്ല. ഈ പെണ്ണുങ്ങൾ അലറി വിളിച്ച് അത് കേട്ട് ഞെട്ടി ഉണർന്ന് ഇങ്ങനെ പെൺപിള്ളയെ നോക്കിയിട്ട് കള്ള എന്ന് പറയത്തുള്ളൂ. കുറച്ച് ഒച്ച വരികയാണ് പുറത്തോട്ട്, ആദ്യം വരത്തില്ല. അതിന് കറക്റ്റ് പെണ്ണുങ്ങൾ അലറി കളയും, ഭയങ്കര അലർച്ചുള്ള കള്ളനൊന്നും വിളിക്കത്തില്ല. പേടിച്ചിട്ടാണോ? ആയിരിക്കും, എന്തുവാണെന്നറിയുന്നില്ലല്ലോ. ഇങ്ങനെ പോകുന്നത് രാത്രി ഇങ്ങനെ ആ സമയം കൊണ്ട് നമ്മൾ രക്ഷപ്പെടുകയാണ് ചെയ്യുക. ആദ്യം ഒരു കള്ളൻ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും
ഉരുണ്ട് പെരണ്ട് അകത്ത് വീഴുന്നു. എന്നിട്ട് അവന് സുഗമമായി ഓടിപ്പോകാനുള്ള വഴിയാണ് ആദ്യം നോക്കുന്നത്. അത് തുറന്നു കിട്ടേക്കും. അതാണ് ആദ്യം ചെയ്യേണ്ട പണി അല്ലേ? കയറിയ ഉടനെ പുറത്തിറങ്ങി രക്ഷപ്പെടാനുള്ള പണി ആദ്യം ചെയ്യുന്നത് അതായിരിക്കും. ശരി. അത് കഴിഞ്ഞ് പരിശോധന തുടങ്ങും. ശരി. വിലപിടിപ്പുള്ളത് ആദ്യം നോക്കും. അതൊന്നുമില്ല. പിന്നെ കയ്യിൽ ഒതുങ്ങുന്നത് നോക്കും. അന്നത്തെ കാലത്ത് ടേപ്പ് റെക്കോർഡിനൊക്കെ ഭയങ്കര വിലയാണ്, ക്യാമറ ഉണ്ടെങ്കിൽ ഭയങ്കര വിലയാണ്, വാച്ചിന് ഭയങ്കര വിലയാണ്. ഇപ്പം പിന്നെ അതൊന്നും ആവശ്യമില്ല. എല്ലാം ക്യാഷും സ്വർണ്ണവും. ഇങ്ങനെ കിട്ടുന്ന ഈ സാധനങ്ങൾ സ്വർണ്ണമാണെങ്കിലും ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ ഇത് എവിടെയാണ് കൊണ്ട് പിന്നെ വിൽക്കുന്നത്? അതിന് സ്ഥിരം ആൾക്കാരുണ്ടോ? ഉണ്ട്. കൊല്ലത്തൊക്കെ ഇതിനു വേണ്ടി ഉള്ള സ്ഥിരം പാർട്ടികളുണ്ടോ? കടകളിൽ കൊടുക്കുന്നത്, സ്വർണ്ണങ്ങൾ കൊടുക്കുന്നത് കടകളിലും കൊടുക്കും. പിന്നെ ചില ഒരു ഏജന്റ് ഉണ്ടെങ്കിൽ ഏജന്റുമാർക്കും കൊടുക്കും. ഇലക്ട്രോണിക് സാധനങ്ങൾ ആവശ്യക്കാർക്ക് കൊടുക്കും. ആവശ്യം പറഞ്ഞവർ കാണും, അവർക്ക് കൊടുക്കും. അതായത് നമ്മൾ ഇങ്ങനെ എടുക്കുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആവശ്യപ്പെടുന്നവരുണ്ടോ? ഉണ്ടല്ലേ, സ്ഥിരം ഉണ്ട്. ഈ മീശമാധവനിലൊക്കെ എനിക്കൊരു ഉരുളി വേണമെന്ന് കണ്ടി വേണമെന്ന് പറയും. കണ്ടി കൊണ്ട് വെച്ചിട്ട് ഉരുളി എടുത്തിട്ടു. പക്ഷെ നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ, എടുക്കത്തില്ല. കഴിയുന്നതും തൊണ്ടി സാധനം തിരിച്ചെടുക്കത്തില്ല. എടുക്കാനാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കടകൾ പറഞ്ഞ് മാറ്റി തിരിച്ച് എടുക്കും. ഏകദേശം എത്ര മോഷണം നടത്തിയിട്ടുണ്ടാവണം ആ ഒരു കാലഘട്ടത്തിൽ? ഒരു 40-45. അത്രേ ഉള്ളൂ. ഈ 45 മോഷണം ഒരു 10 കൊല്ലത്തെ ഇടവേളകളിലാണോ? അല്ലേ? അപ്പോൾ ഒരു വർഷം വളരെ കുറവാപ്പം. ഒരു 4-5 മോഷണമേ പ്രധാനമായിട്ട് നടന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. കള്ളനൊന്നും നടന്നേ പറ്റൂ. കൈ കാടണമെങ്കിൽ നടക്കത്തില്ല. ഇപ്പോൾ എൻ്റെ ഒരു 2000 രൂപ, എനിക്കൊരു 10,000 രൂപ വേണം. ഞാൻ ആദ്യം 10,000 രൂപയ്ക്ക് വേണ്ടി പടക്കം കിട്ടത്തില്ല. ചിലപ്പോൾ 1000 രൂപ കിട്ടും, ചിലപ്പോൾ 50 കിട്ടും, ചിലപ്പോൾ 500 കിട്ടും. അത് ഞാൻ ഇന്നോ നാളെയും മറ്റന്നാളും 2 ദിവസമായിട്ടൊക്കെ തീർക്കും, ചിലവാക്കും. അത് ചിലവ് തീർന്ന് നാളത്തേക്ക് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നിറങ്ങുള്ളൂ. ഇല്ലെങ്കിൽ ആ എടുക്കുന്ന കാശ് പോലീസുകാർ കൊണ്ടുപോകത്തില്ല. അത് കാരണം ആ കാശ് പരമാവധി തീർത്തിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ പോകുമ്പോൾ കാലതാമസം വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന തുക കിട്ടി കഴിഞ്ഞാൽ പിന്നെ ചെയ്തു. നമ്മൾ പ്രതീക്ഷയൊക്കെ കൂടുതൽ തുക കിട്ടിയത് എവിടെയാണ്? ചാലേ മാധവൻ തമ്പി, ഭയങ്കര ഈ വെങ്കടപാത്ര ഹോൾസെയിൽ വെങ്കടപാത്ര വ്യാപാരിയാണ്. പിന്നെ കേദാരം ഓഡിറ്റോറിയവും അതിന്റെ ബിസിനസ് കോംപ്ലക്സും ഒക്കെ അവരുടെ വകയാണ്. അവിടെയാണ് അവരുടെ വീട്ടിലാ, പിള്ള വീട്ടിലായിരുന്നു പറയും. അത് ഞാൻ വേറൊരു വീട്ടിലാണ് പോയത്. പക്ഷെ ഇവിടെ ലക്ക് തോന്നി അത് കയറി കിട്ടി. എന്താ സ്വർണ്ണമായിരുന്നു? സ്വർണ്ണവും പൈസയും. പൈസ ഉണ്ട്. 90 പവൻ, 3-4 കേസ് അങ്ങനെ ഉള്ളു. 88 പവൻ, 96 പവൻ, 90 പവൻ, 2 ഉള്ളു വലുത്. ഈ 90 പവൻ ഒരു എല്ലായിടത്തും ഒരു സൂട്ട് കേസിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഭാര്യയും ഭർത്താവും കെട്ടി കിടപ്പുണ്ട്. കൊണ്ടുപോകാൻ എളുപ്പമായി. സൂട്ട് കേസ് മാത്രം എടുത്ത് വെളിയിൽ കൊണ്ടു നോക്കിയപ്പോൾ സ്വർണ്ണമുണ്ട്. പിന്നെ അങ്ങോട്ട് കയറാൻ വേണ്ട, ഒന്നും വേണ്ട. അതും ഞാൻ ഒരിക്കലും ചെയ്യാതാണ് കാണും. കിടന്ന മുറിയുടെ ജനൽ കമ്പി അവിടെ ചോദും. സാധാരണ ആൾ കിടക്കുന്ന മുറി ഞാൻ ഇറങ്ങാറില്ല, കയറാറുമില്ല. അബദ്ധത്തിൽ കയറിയതാണ്. അപ്പോൾ ഈ സൂട്ട് കേസിരിക്കുന്നു. തുറന്നു നോക്കിയപ്പോൾ സാധനമുണ്ട്. അപ്പോഴേ അടച്ച് അവിടെ ഇറങ്ങി ജനലിൽ കൊടുത്തിട്ടിറങ്ങി തിരിച്ചു. അതിലെ കൊടുത്തിട്ടിറങ്ങി. അത് അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്ത. അതിന് പിടിച്ചോ? അതിന് പിടിച്ചു. അത് ഉടനെ തന്നെ പിടിച്ചോ? അല്ലല്ല, സ്വർണ്ണമൊക്കെ പലപ്പോഴായിട്ട് പലയിടത്തായിട്ട് വിറ്റ് കഴിഞ്ഞു. ഈ പോലീസ് ശാസ്ത്രീയമായിട്ട് നമ്മുടെ മോഷണം പിടിച്ച സാഹചര്യം എപ്പോഴായിരുന്നു? അങ്ങനെ പിടിച്ചിട്ടില്ല, ആകസ്മികമായിട്ട് പിടിച്ചതേ ഉള്ളൂ. ഇല്ല, അതെ. അല്ലെങ്കിൽ സംശയം ആരെങ്കിലും പറയുന്നത് ഇന്നാരെയും അടുത്ത് വെച്ച് കണ്ടു എന്ന് പറഞ്ഞ് വർക്കല കേസ് പിന്നെ ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ്. സാർ ഇന്നലെ മണിയമ്പിള്ളയെ ഇന്ന തിയേറ്ററിൽ സെക്കൻഡ് ഷോ കണ്ടായിരുന്നു, ഞാൻ കണ്ടു. അപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേ പോയി, ഇങ്ങോട്ടേ നടന്നില്ല. അപ്പോൾ ആ ഭാഗം ഒന്ന് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വർക്കല കേസ് തെളിയുന്നത്. ഈ 96 പവൻ കക്കൂസിൽ നിന്ന് ടോയ്ലറ്റിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത് ആണ് ഈ വർക്കല കേസ് അല്ലേ? അത് ഈ പറഞ്ഞ സംശയത്തിന്റെ പേരിൽ ഇയാൾ ഇന്നലെ രാത്രി സിനിമ കാണാൻ തിയേറ്ററിലുണ്ടായിരുന്നു എന്ന് ആരോ പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെയാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് അല്ലേ? ഏറ്റവും ക്രൂരമായിട്ട് മർദ്ദിച്ചതാരാണ് ഈ കാലഘട്ടത്തിലെ? ഈ മാംസം ഉടഞ്ഞും ചാതഞ്ഞ് ഊതും. ഇങ്ങനെ കസേരയിരിക്കും, താഴെ നമ്മളെ എഴുതിയിട്ട് കാലുകൊണ്ട് ആ തുടയിൽ ഇങ്ങനെ പറയടാന്ന് പറയും, ചവിട്ടിക്കൊണ്ടിരിക്കും. അന്നേരമാണ് സാക്ഷാൽ സ്വർഗം. അബ്ദുൾ റഹ്മാൻ എന്നാണ് പേര്. അറിയപ്പെടുന്നത് കറുത്ത അന്തർ. അന്തർ എടുത്തിട്ടില്ല, അന്തറിന് പല പണിയും. അവസാനം ജനനേയും തിരിച്ച് പട്ടീസ് ചുറ്റി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്തർ ഇതിനെ നോക്കിയിട്ട് പറയാ,
പറഞ്ഞോടാ ഏമാൻ ചോദിക്കുന്ന കേട്ടില്ലേ, പറഞ്ഞോളൂ. കല്യാണം കഴിക്കുന്നത് എവിടുന്നാ? ഞാനിങ്ങനെ തെറ്റാങ്കുറ്റിയായിട്ട് കിടക്കുന്ന കാലത്ത് പെൺപിള്ളേരുടെ അടുത്ത് ഭയങ്കര ഹാരമായിരുന്നു. ഗർഭിണിയായപ്പോൾ ഞാൻ ഉപേക്ഷിച്ചു. ഒരു 1.5 വർഷത്തിന് ശേഷം കിഴക്കേക്കോട്ട 14 നമ്പർ സ്റ്റാൻഡിൽ അവിടെ വെച്ച് ഇത് എന്നെ കാണുന്നു. അവിടെ ഈ മുമ്പ് അവര് എന്ന് പറയുന്നു റോഡോട്ട് വീഴുന്നു. ചുരുക്കി പറഞ്ഞാൽ പിന്നെ കല്യാണം കഴിച്ചു. പിന്നെ അതോടുകൂടി ഞാൻ മനുഷ്യ രൂപം പൂണ്ടു.